Hi dears, welcome back to Fashion Week Designs. Assorted collections ആണ് കാണുമ്പോൾ ഡിഫറെൻറ്റ് ഫാബ്രിക്സും ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള പാറ്റേൺസ് ആണ്. ഫസ്റ്റ് വൺ ഇതേപോലെ ഫുൾക്കാരി ടോപ്പിൽ പാച്ച് വർക്ക് ആണ് യോക്കിൽ വന്നിരിക്കുന്നത് വിത്ത് മിറേഴ്സ് കൊണ്ടുള്ള ഒരു ഹാൻഡ് വർക്ക്. ആ ഒരു പാച്ച് വർക്ക് കോമ്പിനേഷനിൽ തന്നെ വരുന്ന, അതായത് ഇങ്ങനെ പ്രിന്റഡ് സ്റ്റൈലിൽ വരുന്ന ഫുൾക്കാരി ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത്. ലൈറ്റ് വെയ്റ്റ് ദുപ്പട്ടയാണ് വിത്ത് സാൻഡൂൺ ബോട്ടം. റേറ്റ് 1290 വിത്ത് ഫ്രീ ഷിപ്പ്. കോട്ടൺ ഫാബ്രിക് ആണ്. അതിൽ വന്നിട്ട് ഫുള്ളും ഒരു സെൽഫ് പാറ്റേൺ ഇതുണ്ടോ, ഫുൾ ഇങ്ങനെ ആ ഒരു ഫ്ലോറൽ പ്രിന്റുകൾ ടോപ്പ് ഓൾ ഓവർ വരുന്നുണ്ട്. യോക്കിൽ വരുമ്പം ആ പ്രിന്റിനെ തന്നെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി അതിന് മേലെ കാന്ത ഹാൻഡ് വർക്ക് കൊടുത്തേക്കുന്നു. ഇങ്ങനെ വരും ടോപ്പ് വന്നിട്ട്. ഗ്രീൻ്റെ തന്നെ ഒരു ടസ്റ്റി ടോൺ. ദുപ്പട്ട വന്നിട്ടും കാന്ത ഹാൻഡ് വർക്ക് കൊടുത്തേക്കുന്ന ദുപ്പട്ടയാണ്. ബോർഡേഴ്സിൽ ആ ഒരു പ്രിന്റും എന്നിട്ട് ഇടയ്ക്കൂടെ ഇതുണ്ടോ അതുപോലെ കാന്ത ഹാൻഡ് വർക്ക് ആണ് ദുപ്പട്ടയിൽ ചെയ്തേക്കോ. റേറ്റ് 1380 വിത്ത് ഫ്രീ ഷിപ്പ്. ഇതാണ് നെക്സ്റ്റ് വൺ വന്നെങ്കിൽ നമുക്ക് ഇതെല്ലാം കാഷ്വൽ വെയർ സ്റ്റൈൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റ്സ് ആണ്. വാഷബിൾ ഒക്കെ ആയിട്ടുള്ള ഫുള്ളി പ്രിന്റഡ് സ്റ്റൈൽ. യോക്കിൽ ഇതുപോലെ ഒരു പാച്ച് വർക്ക്, അത് തന്നെ ഡാമനിലും വന്നിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. ദുപ്പട്ടയും എംബ്രോയിഡറി ഇതുണ്ട്, ചെറിയ ചെറിയ കട്ട് വർക്ക് സ്റ്റൈലാണ്. ഇതിൽ ലക്നവി കൈൻഡ് എംബ്രോയിഡറി വിത്ത് കട്ട് വർക്കും ബോർഡറിൽ ബേസ്, അതായത് ടോപ്പിന്റെ പാച്ച് വർക്കും ലേസ് പാച്ചും വരുന്നുണ്ട് വിത്ത് കോട്ടൺ ബോട്ടം. റേറ്റ് 1340. തന്നെ വേറൊരു സ്റ്റൈലാന്നേ ഉള്ളൂ. സെയിം ഹെവി ആയിട്ടുള്ള ഡയമണ്ട് ബോർഡർ ആൻഡ് യോക്കിൽ മുന്നേ കണ്ടതിലും കുറച്ചുകൂടെ വിത്ത് കൂട്ടിയ ആ ഒരു ഹെവി ബോർഡർ സ്റ്റൈലാണ് വരുന്നത്. ദുപ്പട്ട വന്നിട്ടും അതേപോലെ തന്നെ ഇതുണ്ടോ ആ ഒരു നിറ്റ് കോട്ട ഫാബ്രിക്കിൽ ഹെവി എംബ്രോയിഡറി വിത്ത് കട്ട് വർക്കും ലേസ് പാച്ചൊക്കെ വരുന്ന ഒരു സെറ്റ്. റേറ്റ് സെയിം. ഇത് അതിൻ്റെ തന്നെ വേറൊരു കളർ ഷെയ്ഡ് ആണെന്നേ ഉള്ളൂ. നല്ല റെഗുലർ വെയർ സ്റ്റൈലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റ്സ് ആണ്. വാഷബിൾ ആയിട്ടുള്ള ഫാബ്രിക് പാറ്റേൺസ് ആണ്. ആൻഡ് അത്യാവശ്യം നല്ല വർക്കും ഉണ്ട് ഇതിൽ വന്നിട്ട്. ഇങ്ങനെ യോക്കിലും ഡാമനിലും ആൻഡ് ദുപ്പട്ടയിലും എല്ലാം വർക്ക് വിത്ത് കോട്ടൺ ബോട്ടം. റേറ്റ് സെയിം തന്നെ. സോഫ്റ്റ് കോട്ട ചെക്സ് ഫാബ്രിക് ആണ്. ഇതിൽ വന്നിട്ട് ബ്രഷ് പെയിന്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നുണ്ടോ. ഫുൾ ഒരു ബ്രഷ് പെയിന്റും യോക്കിൽ വരുമ്പോൾ ആ ബ്രഷ് പെയിന്റിന് മേലെ ഹാൻഡ് വർക്ക് ആണ്. ഇതും കാന്ത ഹാൻഡ് വർക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ബാക്ക് പാനലും ആ ഒരു ബ്രഷ് പെയിന്റ് വരുന്നുണ്ട്. ലൈറ്റ് പീച്ച് ടോൺ ആണ്, ഒരു പീസ്റ്റൽ ടോൺ. ദുപ്പട്ട ആ സെയിം ഫാബ്രിക്കിൽ തന്നെ ഇതുപോലെ ബ്രഷ് പെയിന്റഡ് ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് വിത്ത് ഇതിൽ ബോട്ടോ ലൈനിങ്ങും വരുന്നുണ്ട്. റേറ്റ് 1290. ഇത് അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ്. ഒരു ലെവൻഡർ പിങ്ക് ടോൺ, സെയിം ബ്രഷ് പെയിന്റ് വിത്ത് ഹാൻഡ് വർക്കും കൂടെ അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സെറ്റ്. ബാക്ക് പാനലും ആ ഒരു ബ്രഷ് പെയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരും ടോപ്പ് വന്നിട്ട്. ദുപ്പട്ടയും സെയിം ഇതേപോലെ. ഇത് ലൈറ്റ് വെയ്റ്റ് കോട്ട ഫാബ്രിക് ആണ്, അതായത് സ്റ്റിഫായിട്ടുള്ള കോട്ടയല്ല. ഇതുണ്ട് വളരെ നമ്മുടെ ഷിഫോണൊക്കെ പോലെ, അല്ലെങ്കിൽ ഓർഗൻസേക്കാളും കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ടൈപ്പ് ദുപ്പട്ടയാണ്. ഇങ്ങനെ നമ്മൾ എങ്ങനെയാലും ഇട്ടാലും ആ ഒരു രീതിയിൽ തന്നെ കിടക്കുന്ന ദുപ്പട്ടയാണ് ഇതിൽ വരുന്നത് വിത്ത് ബ്രഷ് പെയിന്റ്. റേറ്റ് 1290. ഇത് നമ്മുടെ കോട്ട ഫുൾക്കാരിയിൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത്. ഇതുണ്ടോ ഫ്രണ്ടിലും, അതായത് യോക്ക് പോർഷനിലും വരുന്നുണ്ട്. ഡാമൻ പോർഷനിൽ ഒരു ബോർഡർ പോലെ ഒരു പ്രിന്റഡ് പാറ്റേൺ വരുന്നുണ്ട്. ബാക്ക് പാനലിലും ആ ഒരു ഡാമനിൽ ആ ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സ്ട്രൈപ്ഡ് പാറ്റേണും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ലാവൻഡർ ബ്ലൂ ഷെയ്ഡ്. ദുപ്പട്ട വരുന്നതും ഇതുപോലെ ഫുൾ പ്രിന്റഡ് ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ്. റെഗുലർ വെയർ സ്റ്റൈലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റ്സ്. റേറ്റ് 1290. ഇവിടെ ഇപ്പോഴും ഹിറ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് നമ്മുടെ കോട്ട ഫാബ്രിക്. ഫുൾ ഈ ബ്ലോക്ക് പ്രിന്റ്. ലോവർ പോർഷനിൽ വരുമ്പം അതായത് കോൺട്രാസ്റ്റ് കോമ്പോയിലും കൂടെ ബ്ലോക്ക് പ്രിന്റ് വരുന്നുണ്ട്. ചെറിയ ചെറിയ മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പാനലും ബ്ലോക്ക് പ്രിന്റഡ് സ്റ്റൈൽ. കോട്ട ചെക്സിൽ വരുന്ന, അത് കോട്ടൺ ചെക്സിൽ, കോട്ടയല്ല കോട്ടൺ ഫാബ്രിക്കിലാണ് ദുപ്പട്ട. അതിൽ ബ്ലോക്ക് പ്രിന്റഡ് ആണ്, കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ബോട്ടം. റേറ്റ് 1380. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇതിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത്. കോട്ട ഫാബ്രിക് ആണ്. ബോട്ടോ ലൈനിങ് ഉണ്ട്. യോക്കിലും അപ്പർ പോർഷനിൽ കുഞ്ഞു കുഞ്ഞു മോട്ടീവ്സ് ആൻഡ് ദുപ്പട്ട ഇതുണ്ട് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു 7 ഇഞ്ച് ബോർഡർ, അതും ക്രോസ് സ്റ്റിച്ച് വർക്കാണ് ദുപ്പട്ടയിൽ കൊടുത്തേക്കുന്നത്. റേറ്റ് 1240. ഇത് റെഡ് ഷെയ്ഡ് കോട്ട ഫാബ്രിക് തന്നെയാണ് വിത്ത് എംബ്രോയിഡറി പാറ്റേൺ, സാൻഡൂൺ ബോട്ടം. റേറ്റ് 1190 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇത് നെറ്റ് കോട്ട ഫാബ്രിക് ആണ് വരുന്നത്. ഇതിൽ ഹെവി ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ഇതുണ്ട് ദാമൻ പോർഷനിലും. അതൊരു പാനൽ സ്റ്റൈല്, അതിൻ്റെ അകത്ത് ലേസ് പാച്ചും ഒക്കെ വരുന്നുണ്ട്. ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. റേറ്റ് 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അപ്പോൾ ഇത്രയും കളക്ഷൻസേ ഉള്ളൂ. താങ്ക് യു.